ഹായ് ഓൾ, എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നോ? ഇതേ ദേവ്മോളുടെ ബർത്ത്ഡേ ബ്ലോഗാണ് കേട്ടോ. ഇതിനകത്ത് കുറച്ച് ഷോപ്പിങ്ങും പിന്നെ ബർത്ത്ഡേ സെലിബ്രേഷനും ഒക്കെയാണ്. ഒരു കുട്ടി സെലിബ്രേഷനാണ് കേട്ടോ. ഇവിടെ ആക്ച്വലി ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ കോംപ്ലക്സിനകത്തുള്ള എല്ലാ മക്കളും കൂടി ചേർന്നിട്ടാണ് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാറ്. അതുപോലെയുള്ളൊരു കുട്ടി സെലിബ്രേഷനാണ് ഇത് കേട്ടോ. പിന്നെ അതിനു മുമ്പായിട്ടുള്ള ചെറിയൊരു ഷോപ്പിങ്ങും. ബർത്ത്ഡേ എന്ന് വരുമ്പം നമ്മൾക്കൊരു ഡ്രസ്സ് വേണം, കേക്ക് വേണം, ചെറിയ ഡെക്കറേഷൻ വേണം. അതിന് വേണ്ടിയിട്ടുള്ള ഷോപ്പിംഗ് ഒക്കെയാണ് കേട്ടോ. ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ഈ പ്രാവശ്യം വലിയ ചിന്തിക്കേണ്ടി വന്നില്ല. മോച്ചച്ച നാട്ടിൽ നിന്ന് വന്നപ്പം ഓൾറെഡി മോച്ചച്ചയും പേമലയും കൂടി ചേർന്ന് ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡ്രസ്സ് ഇടുന്നതെന്ന് നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം പേമല ഓൾറെഡി ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പേമലയെന്ന് വിളിക്കുന്നത് എൻ്റെ ചേച്ചീനെയാണ് കേട്ടോ. അങ്ങനെ ഡ്രസ്സിൻ്റെ കാര്യം അപ്പോൾ ഓക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസ് വാങ്ങിച്ചു. പിന്നെ കുറച്ച് റിട്ടേൺ ഗിഫ്റ്റിനുള്ള സാധനങ്ങൾ വാങ്ങിച്ചു. ഇതൊക്കെ പറഞ്ഞാലും ദേവ്മോളുടെ ബർത്ത്ഡേ November 8 ആയിരുന്നു. അന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല, എനിക്ക് ഡ്യൂട്ടി ആയിരുന്നു. പിന്നെ നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് സെലിബ്രേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റാമല്ലോ, അങ്ങനെയാണല്ലോ പ്രമാണം അല്ലേ. അതുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് എൻ്റെ പ്രീ നൈറ്റ് ഓഫിനാണ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തത്. അങ്ങനെ ചെറിയ കുട്ടി ഷോപ്പിംഗ് ഒക്കെ നടത്തി. പക്ഷെ ഞാൻ പോയ ഷോപ്പിലൊന്നും ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ ഒന്നും കൂടി വേറൊരു ഷോപ്പിൽ കയറി. അതെനിക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നേരെ ഞാൻ വീട്ടിലോട്ടെത്തി. അങ്ങനെ വീട്ടിലെത്തിയ എൻ്റെ വിചാരം എന്തായിരുന്നു, അവർക്ക് എന്നെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആവുമെന്നായിരുന്നു. പക്ഷെ തെറ്റിപ്പോയി. അവരെ കൂട്ടാതെ പോയതിൻ്റെ ഒരു നീരസം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ വീഡിയോയിൽ അത് കാട്ടാഞ്ഞ്. പിന്നെ നെക്സ്റ്റ് ഡേ ഞാൻ പോയി കേക്കിന് ഓർഡർ കൊടുത്തു. വേറെ ഒന്നുമല്ല, നമ്മുടെ ലുലു തന്നെ. കാരണമുണ്ട്, എൻ്റെ ഫ്രണ്ട് വേറൊരു ഷോപ്പൊക്കെ പറഞ്ഞു തന്നായിരുന്നു. വഴി അറിയണ്ടേ, ഗൂഗിൾ ആൻറ്റി എന്നെ പല വഴികളിൽ കൊണ്ടെത്തിച്ചു. അപ്പോൾ എനിക്ക് അറിയാവുന്ന ഒരു വഴി നേരെ ലുലുലോട്ടായതുകൊണ്ട് നേരെ ഇങ്ങെത്തി. കേക്കിന് അങ്ങനെ ഓർഡറും ഒക്കെ കൊടുത്തു. ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. ഞാൻ ദേവി ചേച്ചി വരുന്നതിന് മുമ്പ് ഞങ്ങൾ ഡെക്കറേഷൻ അങ്ങ് തുടങ്ങിയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ദേവി ചേച്ചിക്ക് സ്കൂളിൽ പ്രാക്ടീസ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ട് ദേവി ചേച്ചി വന്നേ. ആ സമയമായപ്പോൾ ഞങ്ങൾ കുറച്ചൊക്കെ ഡെക്കറേഷൻ ഞങ്ങളെല്ലാം കൂടി തട്ടിക്കൂട്ടി സെറ്റാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ടൈമിങ് എല്ലാവരോടും പറഞ്ഞത് 6:30 ആയിരുന്നു. കേക്കിന് ഞാൻ പറഞ്ഞേക്കുന്ന ടൈം 4 o'clock ആയിരുന്നു. പക്ഷേ 4 o'clock കഴിഞ്ഞു 5 o'clock ആയി. അന്നപ്പോൾ ഞാൻ ഓർത്ത് വേഗം ലുലുവിലോട്ട് പോയേക്കാന്ന്. ഞാൻ ഉണ്ണിച്ചനോടും പറഞ്ഞു, ഉണ്ണിച്ച അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കോൾ വന്ന് പെട്ടെന്ന് പോയിട്ട് വരാമെന്ന്. ദേവുമാനോട് പറഞ്ഞു കേക്ക് മേടിക്കാൻ പോവാന്ന്. ദേവുവിന് പിന്നെ പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. ഉണ്ണിച്ചനെയും ദേവുവിനെയും കൂടി കൊണ്ടുപോയി കഴിഞ്ഞാൽ അവസ്ഥ അറിയാമല്ലോ. അതും പ്രത്യേകിച്ച് ലുലു 5 o'clock കഴിഞ്ഞ് ലുലുവിന്ന് സാധനം മേടിച്ച് വന്നിട്ട് വേണം നമുക്ക് 6:30 സെലിബ്രേഷൻ. അപ്പോൾ എല്ലാവരും കൂടെ പോയി കഴിഞ്ഞാൽ 6:30 സെലിബ്രേഷന് ഞങ്ങൾ 6:30 പോയിട്ട് 7 o'clock കഴിഞ്ഞാലും വരില്ല. അങ്ങനെ കേക്കൊക്കെ മേടിച്ച് നേരെ ഞാൻ വീട്ടിലോട്ടെത്തി. എല്ലാ ഫ്രണ്ട്സും ദേവുവിൻ്റെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ ബർത്ത്ഡേ സെലിബ്രേഷൻസ്. മക്കളെല്ലാം കൂടെ വരുന്ന എല്ലാവരോടും ചേർന്നിട്ടാണ് നമ്മളിവിടെ കേക്ക് കട്ട് ചെയ്യുന്നത്. അങ്ങനെ എല്ലാവരും വന്ന് ഹാപ്പി ആയിട്ടിരുന്നപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പം ഒരാൾ എന്നോട് ചോദിച്ചു, ആൻറ്റി യൂട്യൂബിലിടാനാണോ? ഞാൻ ചോദിച്ചപ്പം യൂട്യൂബിലിടണോ? ആ ഇട്ടു ആൻറ്റി. ആഹാ, അവരും ഭയങ്കര സന്തോഷം. മക്കളുടെ സന്തോഷമാണല്ലോ നമുക്ക് ഇമ്പോർട്ടൻസ്. സോ നമ്മളും അതിനൊപ്പം അങ്ങ് കൂടി. അങ്ങനെ എല്ലാവരെയും ഞാൻ ഒരുവിധം ശാന്തരാക്കി അവിടെ ഇരുത്തിയിട്ട് കേക്ക് കട്ട് ചെയ്യാനുള്ള പരിപാടികളൊക്കെ തുടങ്ങി. അന്നേരം ഒരു സെറ്റ് ഞാൻ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയ ട്രാ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ചെറിയവരെ നോക്കി ഞാൻ സെലക്ട് ചെയ്ത് എല്ലാവരുടെയും തലയിൽ വെച്ച് കൊടുക്കാൻ നോക്കി. അതിൽ ഏറ്റവും പറ്റത്തില്ലാത്ത ആൾ ആരാ? നമ്മുടെ ഉണ്ണിച്ചൻ. ഉണ്ണിച്ചൻ എന്നോട് പറയാം, ഇത് പെൺപിള്ളേരുടെ റായ, എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഉണ്ണിച്ചൻ മാത്രം വെച്ചില്ല. ബാക്കി എല്ലാവരും ഞാൻ ഒരുവിധം കൺവിൻസ് ചെയ്ത് എല്ലാവരുടെയും തലയിൽ, കുഞ്ഞി പിള്ളേരായിട്ടുള്ള എല്ലാവരുടെയും തലയിൽ വെച്ച് കൊടുത്തു. പിന്നെ ഒരു കാര്യത്തിൽ മാത്രം നല്ല ഈസി ആയിരുന്നു കേട്ടോ. ഈ പ്രാവശ്യത്തെ കേക്ക് ഓർഡറിങ്ങിന് വലിയ ഡിമാൻഡൊന്നും ഇല്ലായിരുന്നു. മോൾക്ക് ആകെ വേണ്ടിയിരുന്ന ഒരു ബട്ടർഫ്ലൈ വേണം അമ്മ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നെ പർപ്പിൾ കളറും. എനിക്കും അതുകൊണ്ട് വളരെ ഈസിയായി. അല്ലെങ്കിൽ ഇപ്പം എന്താല്ലേ പാട്, ഇപ്പം എല്ലാ അഡ്വാൻസ്ഡ് ടെക്നോളജികളല്ലേ. നമ്മുടെ ഗൂഗിൾ അങ്ങോട്ട് തുറന്നാൽ പോരെ. ഗൂഗിൾ ആൻറ്റി അല്ലേ നമുക്കുള്ളത്. ഉണ്ണിക്കുട്ടൻ പറയുന്ന പോലെ അമ്മയ്ക്ക് എന്താ പ്രശ്നം, ഗൂഗിൾ ആൻറ്റിയോട് ചോദിച്ചാൽ പോരെ, പറഞ്ഞു തരില്ലേന്ന്. അതുപോലെ ഞാനും ഗൂഗിൾ ആൻറ്റിയോട് ചോദിച്ചപ്പോൾ ഗൂഗിൾ ആൻറ്റി തന്നൊരു ഡിസൈനാണ് അവിടെ കൊടുത്തത്. പിന്നെ ബട്ടർഫ്ലൈനെ അവർ വാരി വിതറിയിട്ടുണ്ടായിരുന്നു. എനിവേ നല്ല കേക്കായിരുന്നു, അടിപൊളിയായിരുന്നു. വളരെ ഹാപ്പിയായി മോളും. കേക്ക് കട്ടിങ്ങിൻ്റെ സമയത്ത് നാട്ടിൽ നിന്ന് ആരെയും വിളിക്കാൻ പറ്റിയില്ല. ഞങ്ങളൊരു ടെമ്പററി ഷോർട്ട് സ്റ്റേക്ക് വന്നതാണ് ഈ ഫ്ലാറ്റിൽ. നമ്മുടെ അവിടുത്തെ ഫ്ലാറ്റിൽ മെയിൻ്റനൻസ് നടക്കുന്നതുകൊണ്ട്. പക്ഷെ ഞങ്ങൾക്ക് വൈഫൈ ഇല്ലായിരുന്നേ. വൈഫൈ ഇല്ലാത്ത കാരണം ആ ഒരു കാര്യത്തിലൊരു സങ്കടമായിപ്പോയി.
കാരണം നാട്ടിൽ നിന്ന് ആരെയും വിളിക്കാനും പറ്റിയില്ല കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത്. പിന്നെ അതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം. ഈ ഷോർട്ട് സ്റ്റേ ഒക്കെ സൂപ്പറാണ്, കാര്യം ഓക്കെയാണ്. പക്ഷേ വൈഫൈ ഇല്ലാത്ത കാരണം നാട്ടിലോട്ടൊക്കെ വിളിക്കൽ വലിയ പാടാണ്. പിന്നെ അതിനുവേണ്ടി ഞങ്ങൾ കണ്ടെത്തിയ സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ഈവനിങ് ആകുമ്പോഴത്തേന് ഞങ്ങൾ പോയിട്ട് അവിടെ ചെന്നിട്ടാണ് നാട്ടിലോട്ട് വിളിക്കുകയും എടുക്കുകയും ചെയ്യുന്നത്. നല്ല സന്തോഷമൊക്കെ ആയിരുന്നു. അത് പൊട്ടിച്ചപ്പോൾ എന്താ സംഭവിച്ചേ, ആ ഗ്ലിറ്റേഴ്സ് എല്ലാം കൂടെ നമ്മുടെ കേക്കിൻ്റെ മേളിലോട്ട് വീണു. മാക്സിമം ശ്രമിച്ചായിരുന്നു വീഴാതിരിക്കാൻ, സൈഡിൽ നിന്നാണ് പൊട്ടിച്ചതൊക്കെ. പക്ഷെ കുറേ ഗ്ലിറ്റേഴ്സ് ഇത് വീണ് കുറേ സമയം എടുത്തു. പിന്നെ അതിൽ നിന്ന് കുറേ എല്ലാം മാറ്റിയിട്ടാണ് കേക്ക് കട്ട് ചെയ്ത് പിള്ളേർക്ക് കൊടുക്കാനായിട്ട് പറ്റിയത്. ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. നമ്മളിവിടെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ ഓർഡർ കൊടുക്കുമായിരുന്നു. അങ്ങനെ ദേവമോളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞ് മക്കളെല്ലാവരും ഹാപ്പി ആയിട്ട് അവരവരുടെ വീട്ടിലേക്ക് പോയി. പിന്നെ കൗസല്യാൻ്റി നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ. ഞങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ദേവക്കുട്ടനും ഉണ്ണിക്കുട്ടനും നല്ല ധൃതിയായിരുന്നു ഓരോ ഗിഫ്റ്റും പൊട്ടിച്ച് നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർ ധൃതി പിടിച്ച് ഗിഫ്റ്റ് എല്ലാം കൂടെ പൊട്ടിച്ച് നമ്മുടെ വക ഒരു സർപ്രൈസ് സൈക്കിൾ ഗിഫ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഉണ്ണിച്ചൻ കുറച്ച് ഉടക്കായിരുന്നു, രണ്ടുപേർക്കും കൂടെ മേടിക്കാൻ പറ്റിയില്ല. അങ്ങനെ ദേവക്കുട്ടൻ ഹാപ്പി ആയപ്പം ഞാൻ പിന്നെ ഒരുവിധമൊക്കെ പറഞ്ഞ് ഉണ്ണിച്ചനെ ഒതുക്കി. അങ്ങനെ രണ്ടാളും കൂടെ ഒരുവിധം ഹാപ്പിയാക്കി സൈക്കിളിലൊക്കെ കയറ്റി. കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പം അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഓൾ.